നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രശസ്തനായ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വസീൽ മുണ്ടോളിയാണ് ഇന്ന് ഫോക്കസിൽ നമ്മുടെ അതിഥി. മാനസികാരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചിലത് ചോദിച്ചറിയാനുണ്ട്. അതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എനിക്ക് ചോദിക്കാനുള്ള എൻ്റെ ഒരു ചോദ്യം ഈ മാനസികാരോഗ്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. ഏത് സെക്ഷൻ എടുത്തു നോക്കിയാലും പുള്ളിയുടെ ഡിജിറ്റലൈസ്ഡ് ആണ് കാര്യങ്ങൾ മുഴുവനും. അത് കുടുംബ ബന്ധങ്ങളായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആയാലും ഒക്കെ അതെങ്ങനെയാണ് ഈ ഡിജിറ്റൽ യുഗവും ഈ കുട്ടികളുടെ മാനസികാരോഗ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും. അതിപ്പം നമ്മളിപ്പോൾ നോക്കുകയാണ്, ടെക്നോളജി വളർന്നു വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതും അതിലോട്ടുള്ള നമ്മുടെ ഈ ഒരു ആഗ്രഹം കൂടുന്നതും അതുവഴി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ. പക്ഷേ ഈ എളുപ്പത്തിന് കുറേ ഗുണങ്ങളുണ്ടെങ്കിലും ഒരുപാട് ദോഷങ്ങളും അതുകൊണ്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടികളൊക്കെ കൂടുതൽ സമയം ഈ സോഷ്യൽ മീഡിയ യൂസ്, അതുപോലെ മൊബൈൽ യൂസ്, ഇതിലോട്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടുവരികയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കണമെങ്കിൽ വരെ ഒരു കാർട്ടൂൺ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഈ അഡോളസൻ്റ് ഏജിൽ പെടുന്ന കുട്ടികൾ സാധാരണഗതിയിൽ അവർ പുറത്തുപോയി കൂട്ടുകാരെ കൂടെ കളിക്കുകയും അല്ലെങ്കിൽ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് അവരെന്താ ചെയ്യുന്നത്, വീടുകളിൽ ഗെയിം കളിക്കുകയും അല്ലെങ്കിൽ കൂട്ടമായിട്ട് ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുകയും, ഒരാൾ കോഴിക്കോടാണെങ്കിൽ ഒരാൾ മലപ്പുറത്തായിരിക്കും, ഒരാൾ കാസർഗോഡായിരിക്കും, ഒരേ മൈൻഡ് സെറ്റുള്ള ടൈപ്പ് ആളുകൾ ഈ ഗെയിം ഒന്നിച്ച് കളിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണുന്നത്. അപ്പോൾ അത് കാരണം ഒരു സോഷ്യൽ കണക്റ്റഡ്നെസ് കുറഞ്ഞു വരുന്നുണ്ട് ഇവരുടെ ഇടയിൽ. അത് കാരണം സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ റെഗുലേഷൻ, അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഒരു ലോൺലിനെസ് പോലത്തെ ഒരു അവസ്ഥ, ഏകാന്തത, അതായത് മറ്റുള്ളവരോട് കണക്ട് ചെയ്യാതെ ഡിസ്കണക്റ്റഡായി നിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും ഈ സോഷ്യൽ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ഡിജിറ്റൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് അയാൾക്കൊരു സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻ്റ് വരികയാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ വരികയാണ്. അപ്പോൾ ആ അവസ്ഥ അയാൾ തരണം ചെയ്യാൻ മറ്റുള്ളവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എനിക്കിങ്ങനെയുണ്ട് പ്രശ്നങ്ങൾ, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് തുറന്ന് പറയാൻ അടിക്കുന്നൊരു, അതെ, എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് അറിയില്ല, എൻ്റെ ഈ അവസ്ഥ ഇത് നോർമലാണോ, എൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ അവസ്ഥയുണ്ടോ, ഇതൊന്നും ഇവർ ചർച്ച ചെയ്യുന്നില്ല. കൂടുതൽ സമയം ഇവർ കാണുന്നത് ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലെ വീഡിയോസ്, അതുപോലെ ചാറ്റിങ്, ഇങ്ങനെയുള്ള മാത്രമാണ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ സമയം ഇവർ ഇത് എൻ്റർടൈൻമെൻറ്റ് യൂസിനാണ് ഈ ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ ഒരു ലേണിംഗ് കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അവർ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമാണ്, കൂടുതലും എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണെന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ഒരു സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് നല്ല രീതിയിലുണ്ടാവും. അതുപോലെ തന്നെ പ്രോപ്പർ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് വരാത്ത രീതിയിലോട്ട് ഇത് നയിക്കും. കാരണം സാധാരണഗതിയിൽ നമ്മളെന്താ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് പുറത്തു പോകും. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒറ്റയായി കാര്യങ്ങളൊക്കെ. ഒറ്റയ്ക്ക് ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു, ഫോൺ നോക്കിയിട്ട് പല സമയങ്ങളിലായിട്ട് ഒന്നിച്ചിരിക്കാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു ഇമോഷണൽ റെഗുലേഷൻ, മറ്റൊരാൾ ദേഷ്യപ്പെട്ടാൽ അതിനെ എങ്ങനെ ഫീൽ ചെയ്യണം, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അതിനെ മാനേജ് ചെയ്യണം, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ ആളുകളോടൊരു ഭയം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. മാത്രമല്ല വേറൊരു പ്രശ്നമാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും. അതായത് സാമൂഹിക ഉത്കണ്ഠ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗം. അത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു പേടി. ഒരു ഞാനൊരു കല്യാണപ്പുരയിൽ പോയി കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ എന്താ വിചാരിക്കുക, അങ്ങനെയുള്ളൊരു പേടി അവരിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്ന. അതെ, അവരിലോട്ട്. അതായത് എന്നെ മറ്റുള്ളവർ എങ്ങനെ കാണും എന്നുള്ളത് പെർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അതിനെ ഒരു മിസ് ജഡ്ജ് ചെയ്യുക. അതായത് ഞാൻ അവിടുത്തെ പോയി കഴിഞ്ഞാൽ അവരെന്നെ മോശമായി കാണും, എനിക്ക് അവരത്ര കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് വേറൊരു കഴിവുകളാണ്. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതൊരു ആങ്സൈറ്റി ഡിസോർഡറാണ്. അത് ആങ്സൈറ്റി ഡിസോർഡറിൽ ഒരു പ്രത്യേക ഒരു വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. അതെങ്ങനെ നമ്മൾ പരിഹരിക്കാം? ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് 2 തരം ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്. അത് സാധാരണഗതിയിൽ നമ്മൾ അതിനെ ഹെൽപ്പ് സീക്കണം, ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്കണം. ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോലുള്ള ആളുകളുടെ ഹെൽപ്പ് എന്തായാലും സീക്കണം. കാരണം ഇത് സാധാരണ കാണുന്നത് 10ാം ക്ലാസ് +2 വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നിരുന്നൊരു കുട്ടിക്ക് പെട്ടെന്ന് 10ാം ക്ലാസ് കഴിയുമ്പോഴോ +2 കഴിയുമ്പോഴോ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല,
അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലോട്ട് ഒരാൾ വന്നാൽ റൂമിലോട്ട് ഒതുങ്ങി പോവുക, അവരെ ഫേസ് ചെയ്യില്ല. പക്ഷേ അടുപ്പമുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് വീട്ടിലെ ഉമ്മയോട് സംസാരിക്കുന്നുണ്ടാവും, ഉപ്പയോട് സംസാരിക്കുന്നുണ്ടാവും, അനിയനോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ മറ്റുള്ള ആളുകളോട്, പുറമേയുള്ള അപരിചിതരായ ആളുകളോ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള റിലേഷനിലുള്ള ആളുകളോട് സംസാരിക്കാൻ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇവാലുവേഷൻ ചെയ്യണം എന്നുള്ളത്. ഇവർക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 2 തരത്തിലുള്ളത്. ഒന്ന് കുട്ടിക്ക് തെറാപ്പി, സൈക്കോളജിക്കൽ തെറാപ്പീസ് കൊടുക്കാം. ചില കേസിൽ നല്ല സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടായിട്ട് റൂമുകളിൽ ഒതുങ്ങി പോകുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാതിലടച്ച് പുറത്തോട്ട് പോലും വരില്ല. അപ്പോൾ അത്തരം കേസിൽ ചിലപ്പോൾ മരുന്നിൻ്റെ സഹായം അവിടെ വേണ്ടി വരും. അല്ല, അങ്ങനെ ഡോക്ടർ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കുട്ടി വരുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സൈക്കാട്രിക് മെഡിസിനൊക്കെ കഴിക്കുന്നത് അവർക്ക് ഒരു ഗുണകരമാണോ അത് വാസ്തവത്തിൽ? അതെ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഇത്തരം കേസിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ രോഗം ഒരു എൻലെസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അത് തന്നാലെ മാറുന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ വർഷങ്ങളോളം ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ വരികയാണെങ്കിൽ അത് വർഷങ്ങളോളം ചിലപ്പോൾ നീണ്ടു നിൽക്കും. അത് അയാളുടെ വ്യക്തിത്വത്തെ തന്നെ ചിലപ്പോൾ മാറ്റും. കാരണം വ്യക്തിത്വം രൂപപ്പെടുന്ന പ്രധാന സമയങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ കയറി വരിക. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തേത്, സൈഡ് എഫക്ട് പ്രൊഫൈൽ വളരെ കുറഞ്ഞ മരുന്നുകളെ ഇത്തരം ആളുകൾക്ക് കൊടുക്കാറുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. FDA റെക്കമെൻഡ് ആയിട്ടുള്ള, അതുപോലെ പല ഗൈഡ് ലൈൻസും റെക്കമെൻഡ് ആയിട്ടുള്ള മെഡിസിൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. മാത്രമല്ല അവർക്ക് സൈഡ് എഫക്ട്സ് വരുന്നുണ്ടോ എന്നുള്ള ഒരു സീരിയൽ മോണിറ്ററിങ് ചെയ്യുകയും ചെയ്യും. ക്ലോസ് മോണിറ്ററിങ്ങിലാണ് ഇതൊക്കെ പോവുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരുമ്പം തന്നെ മരുന്ന് കൊടുക്കുക എന്നുള്ള ഒരു ചികിത്സയല്ല സാധാരണഗതിയിൽ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഫസ്റ്റ് അവർക്ക് വരുമ്പോൾ അവർ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് അവരുടെ ഇത് എത്രത്തോളം സിവിയാരിറ്റി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുക. ഉദാഹരണത്തിന് CBT പോലുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അങ്ങനത്തെ സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇത്തരം കേസിൽ ചെയ്യാറുള്ളത്. ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. 7 വയസ്സായ ഒരു കുട്ടി. ആ കുട്ടി എപ്പോഴും ഫോണിന് ഭയങ്കര അഡിക്റ്റഡാണ്. ഫോൺ വേണം, അവന് എപ്പോഴും ഫോൺ കാണണം എന്നൊക്കെയുള്ള താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പോൾ എന്തിനാണ് എപ്പോഴും ഈ ഫോൺ കാണാൻ താല്പര്യപ്പെടുന്നതെന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ, ആ കുട്ടി ഒരു ന്യൂക്ലിയർ ഫാമിലിയിലെ കുട്ടി, ഒരു ഫാദർ മദർ 2 കുട്ടികൾ, അങ്ങനെയൊക്കെയല്ല എല്ലാ കുട്ടികളും. ആ കുട്ടി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഉമ്മ എല്ലാ സമയത്തും ഫോണിലാണ്, പപ്പ ഓഫീസ് വിട്ട് വന്നാൽ ഫോണിലാണ്, ഇത്താത്ത വേറെ എന്തെങ്കിലും കളിക്കുകയായിരിക്കും, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കും. ഈ ചോദ്യത്തിന് അവിടെ നിന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്തണമല്ലോ, അല്ലേ? അപ്പം അതിന് ഇത്തരം ഒരു സിറ്റുവേഷനിൽ പാരൻസിൻ്റെ റോൾ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും ഒന്നിച്ചിരുന്ന് ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിയിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി ഒന്നുമില്ലല്ലോ ഇപ്പം. അങ്ങനെ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കുടുംബ സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയിക്കാണ്. ആർക്കും ആരോടും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് രക്ഷിതാക്കൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മോഡലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കൃത്യമായൊരു മാതൃക അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ, എൻ്റെ വീട്ടിലൊരു ചെറിയ കുട്ടിയുണ്ട്, 6 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ മുന്നിൽ ഞാൻ എപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുകയാണ്, എപ്പോഴും ഇങ്ങനെ ടാബ് യൂസ് ചെയ്യുകയാണ്, അല്ല ഞാൻ എപ്പോഴും TV കാണുന്ന ഒരാളാണ് എങ്കിൽ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ മോഡൽ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. അതായത് ഉമ്മ ഫോൺ കാണുന്നു, ഉപ്പയും ഫോൺ കാണുന്നു, അപ്പോൾ എനിക്കെന്താ ഫോൺ കണ്ടാൽ. അതെ, അതാണ് പല കുട്ടികളും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം. ഉപ്പ കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഉപ്പ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടേതൊക്കെ കുറച്ച് മെച്യൂർ ബ്രെയിനാണ് അഡൽസിൻ്റെ. നമുക്കത് നിയന്ത്രിക്കാനും കുറച്ചൊക്കെ അത് നമ്മളെ കയ്യിൽ ഒതുക്കാനും പറ്റും. നമുക്ക് ആ യൂസ് വേണമെങ്കിൽ കുറയ്ക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ കുട്ടികളെന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ബ്രെയിനാണ്. അതിൽ പെട്ടെന്ന് ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ അതിൻ്റെ പ്രൂണിങ് എന്ന് പറയും, അതിനൊക്കെ അത് നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അഡിക്ഷൻ പോലെയാവും കുട്ടികൾക്ക്. അതായത് ഡൊപ്പാമിൻ കുറച്ച് റിലീസ് ചെയ്യുന്നു ഓരോ റീൽസ് കാണുമ്പോഴും, എങ്കിൽ അതൊരു അഡിക്ഷൻ, അതൊരു പ്ലഷറിനുള്ള ഒരു ആക്ടിവിറ്റിയായി മാറുകയും പിന്നീട് അത് നിർത്തുമ്പോൾ അതിനൊരു വിഡ്രോവൽ സിംറ്റം കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊരു അഡിക്ഷൻ പോലെ തന്നെയാണ് ഇതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് സിഗരറ്റ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 10 സിഗരറ്റ് വാങ്ങിക്കൊടുത്താൽ 11ാമത്തെ സിഗരറ്റ് കുട്ടി തന്നാലോ ഒന്ന് ചോദിക്കും, പെട്ടെന്ന് അഡിക്റ്റഡ് ആവും. അതേസമയം വലിയ ആൾക്ക് ചിലപ്പോൾ അത് നിർത്താനും, എത്രയോ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ നിർത്തുന്നൊക്കെ വെക്കാനൊക്കെ പറ്റും. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു മോഡലിംഗ് ഫസ്റ്റ് ചെയ്യാന്നുള്ളത്. ഡിജിറ്റൽ ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യേണ്ടത് ആദ്യം ഫാമിലിയിൽ നിന്നാണ്. നമ്മളെ യൂസ് കുറയ്ക്കുക, എന്നിട്ട് നമുക്ക് മക്കളോട് പറയാനുള്ള അവകാശമുള്ളൂ, നിങ്ങൾ കുറച്ച് ഉപയോഗിക്കണം, ഇതിൻ്റെ ദോഷവശങ്ങൾ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും ഓരോ ഗൈഡ് ലൈൻ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പെഡിയാട്രിക് അസോസിയേഷനൊക്കെ വെക്കുന്ന ഗൈഡ് ലൈൻ ഉണ്ടോ, 2 വയസ്സുള്ള താഴെയുള്ള കുട്ടിക്ക് 1 മിനിറ്റ് പോലും ഡിജിറ്റൽ മീഡിയ
കൊടുക്കരുത്, സ്ക്രീൻ ടൈം എന്ന് പറയും, സ്ക്രീൻ ടൈം കൊടുക്കരുത് എന്നാണ്. 2 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് 1.5 മണിക്കൂർ വരെ കൊടുക്കാം. 5 വയസ്സ് മുതൽ അഡോളസെന്റ് ഏജ് വരെയുള്ള കുട്ടികൾക്ക് 2 മണിക്കൂർ കൊടുക്കാം മാക്സിമം. ഒരു 18 വയസ്സ് വരെ സോഷ്യൽ മീഡിയ യൂസും ഡിജിറ്റൽ യൂസും എല്ലാം അഡൽസിന്റെ സൂപ്പർവൈസനിലായിരിക്കണം. കാരണം ഇതിലുള്ള കണ്ടന്റ് പല ഏജിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന കണ്ടന്റുകൾ ഉണ്ടാവും. അത് കുട്ടികളെ ചിലപ്പോഴും ചെറുപ്പത്തിൽ അവരുടെ ഐഡിയോളജിനെയും അവരുടെ സ്വഭാവ രൂപീകരണത്തെയൊക്കെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല കണ്ണിന്റെ കാഴ്ചയൊക്കെ ബാധിക്കുന്നില്ലേ പല കുട്ടികളിലും? കണ്ണട ഡ്രൈനെസ് ഓഫ് ഐ സംഭവിക്കാം. ഒരുപാട് ടൈം ഇത് കണ്ടുകൊണ്ട് യൂസ് ചെയ്യുന്ന കുട്ടികൾ അധികം പേരും ചെറു പ്രായത്തിൽ തന്നെ കണ്ണടയൊക്കെ യൂസ് ചെയ്യും. പിന്നെ ഇവർ വെക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, കണ്ണിൽ നിന്ന് വെക്കുന്ന ഡിസ്റ്റൻസ് ഇതൊക്കെ പ്രോപ്പർ ആയിക്കൊള്ളുന്നില്ല. വളരെ അടുത്ത് പിടിക്കുന്നവരുണ്ടാവും, കുറെ ദൂരെ പിടിക്കുന്നവരുണ്ട്. അപ്പോൾ കണ്ണിന് അതുപോലെ മാനസികമായ പ്രശ്നങ്ങൾ ഇതെല്ലാം കുട്ടികൾ ഉണ്ടാക്കാനുള്ള, നമുക്കിപ്പോൾ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം കൂടി വരികയാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ഡിജിറ്റൽ മീഡിയ യൂസിന് ശേഷം പല പ്രശ്നങ്ങളും കൂടി. അത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ഈ ബന്ധങ്ങളും ഇത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ പാരൻസ് തമ്മിലുള്ള മറ്റേ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ആണെങ്കിലും ഒക്കെ എല്ലാ എക്സ്പ്രഷനും എല്ലാ ഫീലിങ്സും ഇമോജിയിൽ ഒതുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാലും ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാലും ഒരു സന്തോഷം ഉണ്ടായാലും ഒക്കത്തിനും ഈ ഒരു ഇമോജി കൊണ്ട് ഒതുക്കി തീർക്കുന്ന അത്രയും ആൾക്കാർക്ക് സമയമുള്ളൂ. അതിൻ്റെ അത്രയും കഴിയുന്നത്ര ചുരുക്കി ഏറ്റവും ചെറുത് എന്താണെന്ന് വെച്ചാൽ അധികം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. എന്താണ് ഡോക്ടർക്ക് തോന്നുന്നത് പലപ്പോഴും? അത് വളരെ ശരിയാണ്. അത് കമ്മ്യൂണിക്കേഷൻ മൊത്തം ഡിജിറ്റലൈസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈസി കമ്മ്യൂണിക്കേഷനുള്ള പല വേസ്, എളുപ്പമായി വരികയാണല്ലോ കാര്യങ്ങൾ. അപ്പം എളുപ്പത്തിൽ ഞാനിത് അറിഞ്ഞു, ഞാനിതിന് പ്രതികരിക്കുന്നു, ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ അയാൾക്കറിയാം ഇമോജിയുടെ അർത്ഥം, ഇയാൾ എന്തുകൊണ്ടാണ് ഈ ഇമോജി ഇട്ടത്. അയാൾക്ക് ദുഃഖമുണ്ടെങ്കിൽ അത് കണ്ണുനീര് ചൊല്ലുന്ന, ടെൻഷൻ ഉണ്ടെങ്കിൽ തലയുടെ മേലെ ഒരു റെഡ് കളർ ഒരു ഇമോജി, അങ്ങനെയൊക്കെ പല. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ പ്രോപ്പർ ലാംഗ്വേജ് വൈസ് വരുന്ന കമ്മ്യൂണിക്കേഷൻ അല്ല, അതിലൊരു ഇൻറ്റിമസിയുടെ ഒരു പോരായ്മ ഉണ്ടാവില്ലേ? നമ്മൾ മാനസികമായിട്ട് നമ്മളിപ്പോൾ ഒരാളോട് നേരിട്ട് ഒരു ഫോണിൽ വിളിച്ച് നമ്മളൊരു കാര്യം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, അപ്പോൾ ആ ഒരു വിവരം നമ്മൾ ഫോണിൽ ഒരാളോട് സുഹൃത്തിനോട് അല്ലെങ്കിൽ പറയണ ഇന്നൊരാൾ ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്ത് മരണപ്പെട്ടു, അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ ഫോൺ എടുക്കുന്ന ആൾക്കും സംസാരിക്കും ഒന്ന് ഫീൽ ചെയ്യും. മറിച്ച് ഈ ഒരു സാധനം ഇട്ട് ഇമോജി ഇട്ട് കഴിഞ്ഞാൽ അതവിടെ നോക്കി അവിടെ വെച്ചു എന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല പ്രത്യേകിച്ച്. അതാണ് ഉദ്ദേശിച്ചത്. ഇതിലുള്ള ഇമോഷൻ കോമ്പണന്റ് എന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ഇമോജിയിലൂടെ നമുക്ക് ഇമോഷൻസ് പ്രോപ്പറായിട്ട് ചിലപ്പോൾ കൺവേ ചെയ്യാൻ കഴിയില്ല. സംസാരം, അതിൻ്റെ ടോണ്, അതിലുള്ള ഒരു എഫക്റ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മുടെ സംസാരം എന്ന് പറയുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ ഒരേ കാര്യം തന്നെ പല ടോണിൽ സംസാരിച്ചാൽ പല രീതിയിൽ നമ്മൾ പെർസെപ്റ്റ് ചെയ്യും. അപ്പോൾ പക്ഷേ ഇതെന്താ വെച്ചാൽ ഇത് ഓരോ ജനറേഷൻ എന്നാണ് പറയാം. ചിലപ്പോൾ അത് ഓൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ യങ്ങറായിട്ടുള്ള ജൻസി ആയിട്ടുള്ള പിള്ളേർക്കും അതുപോലെ അവർക്കൊക്കെ ചിലപ്പം ഈ ഇമോഷൻസ് കൂടി കൺവേ ചെയ്യാൻ ഇതിലൂടെ ചിലപ്പോൾ കഴിഞ്ഞൂടായില്ല. അവരുപയോഗിക്കുന്ന പല ടേംസും ആ ഇമോഷൻസിനെ കൂടി എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂജൻ ടേംസ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇമോജിക്കൊക്കെ നമ്മളെക്കാൾ ഡീപ്പർ ആയിട്ടുള്ള അർത്ഥം അവർ കൊടുക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിൽ ഒരു പ്രശ്നം നടന്നപ്പം ഒരു കുട്ടി വേറൊരു കുട്ടിക്കെതിരെ ഒരു നെഗറ്റീവ് ഇത് കൊടുത്തു. അപ്പോൾ അതിനുള്ള കാരണം അന്വേഷിച്ച് പോയപ്പം ഒരു ഇമോജി ആ ഗ്രൂപ്പിൽ കിട്ടുമെന്നുള്ളത്, അതിനെ കുറിച്ചൊരു ഇപ്പോൾ അടുത്തൊരു നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒരു ഇത് വന്നിരുന്നു, ഒരു സീരീസ്, അഡോളസെൻ്റ് എന്തോ പറഞ്ഞിട്ടൊരു സീരീസ്. ഞാനത് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അതിലൊരു ഇമോജിയെ വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഈ ഇമോജികൾക്ക് വളരെ ഡെപ്ത് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവരോടൊക്കെ സംസാരിച്ചപ്പം, ഈ കുട്ടികളോടൊക്കെ സംസാരിച്ചപ്പം. അപ്പം അതങ്ങനെ ക്രമേണ നാവിൻ്റെ ഉപയോഗം കുറഞ്ഞു വരും. ബസ്സിൽ നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആളെ നമുക്കറിയില്ല, നമ്മളെ ക്ലാസ് റൂമിൽ ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളെ നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സോഷ്യൽ കണക്റ്റഡ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെന്നുള്ളതാണ് പുതിയ പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. ഈവൻ ലോങ് ലിവിറ്റിക്ക് പോലും, അതായത് നമ്മുടെ ആയുസ് ദൈർഘ്യത്തിന് പോലും സോഷ്യൽ കണക്റ്റഡ്നെസ് ഒരു കോമ്പണൻ്റ് ആണ്. അതിൽ 6 കോമ്പണൻറ്റിൽ ഒന്ന് സോഷ്യൽ കണക്റ്റഡ്നെസ് ആണ് പറയുന്നത്. അല്ല, അതിൽ ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ രക്ഷിതാക്കളുടെ ഒരു ഇമ്പോർട്ടൻ്റ്, പ്രത്യേകിച്ച് 2 പേരും ജോലി ചെയ്യുന്ന വീടുകളിലൊക്കെ ഭയങ്കര ചില പ്രശ്നങ്ങളാണ്. ഞാനറിയുന്ന മറ്റൊരു ഫാമിലിയിൽ കുട്ടീനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ മൂത്തതൊരു സിസ്റ്ററാണ്, അവനൊന്നല്ല പ്രശ്നം, ഉപ്പക്ക് എപ്പോഴും ഓഫീസാണ് ഏറ്റവും വലുത്. ഇപ്പോൾ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒട്ടും സമയം കാണാത്ത ഒരു പിതാവിൻ്റെ
ചെറുമകനാണ് ഈ പറയണത്, ചെറിയ കുട്ടിയാണ് ഈ പറയണത്. അപ്പോൾ അതിന് നമ്മൾ വാസ്തവത്തിൽ നമ്മൾ തന്നെയല്ലേ കുറ്റക്കാർ? അത് തീർച്ചയായും നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികളെ കൂടെ ഒരു ക്വാളിറ്റി ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ബോണ്ടിങ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് നമ്മളെ അയൽവാസികൾ, 2 അയൽവാസിയുണ്ട്. ഒരു അയൽവാസി നമുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, അയാൾ നമ്മുടെ ചെറിയൊരു പാരൊക്കെ വെക്കുന്ന ഒരു അയൽവാസിയാണ്. ഒരു അയൽവാസി നല്ല ആളാണ്, അതായത് ഭയങ്കര സ്നേഹമാണ്. നല്ലതല്ലാത്ത അയൽവാസി നമുക്ക് എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഉപദേശം തന്നു, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് തന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തോളൂ, നല്ല റിട്ടേൺ ആണ്, എനിക്ക് ഒരുപാട് പൈസ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, അവൻ എന്തെങ്കിലുമൊക്കെ പാര വെക്കാനായിരിക്കും, അവൻ നല്ലതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഈവൻ അപ്പോൾ അതേ കാര്യം തന്നെ നല്ല അയൽവാസി പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് എടുക്കും. അതാണ് ആ ബോണ്ടിങ്ങിന്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ബോണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ടൈം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ്സ് എപ്പോഴും കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തണം എന്നാണ്. അതെ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 hour സമയമെങ്കിലും നമ്മൾ കുട്ടികളെ കൂടെ എക്സ്ക്ലൂസീവ് ഫോർ ചിൽഡ്രൻസ് എന്നുള്ള രീതിയിൽ അത് ഒരു സംസാരമാവാം, പുറത്തു പോകലാവാം, ചായ കുടിക്കലാവാം, ഒന്നിച്ചിരിക്കലാവാം, കളിക്കലാവാം, എങ്ങനെയെങ്കിലും ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അത് പേരൻസിന് മാത്രമല്ല, നമ്മളിപ്പം ഭാര്യ ഭർത്താവ് ബന്ധത്തിലോട്ട് വരുമ്പോഴും ഈ പ്രശ്നം കാണുന്നുണ്ട്. ഡിസ്കണക്റ്റഡ് ആണ്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അതിൻ്റെതായ പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവർക്കുണ്ട്. അത് പലപ്പോഴും ഡിവോഴ്സിലോട്ടും മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ എത്തിക്കുന്നുണ്ട്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഇതൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. അല്ല, വിവാഹ ബന്ധങ്ങൾ പെട്ടെന്ന് വേർപെട്ടു പോവാണല്ലോ. പണ്ടത്തെ ലോങ് ലാസ്റ്റിംഗ് അല്ല. അതെ, അതായത് വിവാഹ ബന്ധങ്ങൾ അതിൻ്റെ ആ ബന്ധം, അതിൻ്റെ ആർദ്രത എന്നൊക്കെ പറയില്ല, അതിങ്ങനെ ഓരോ സ്റ്റേജാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് സ്റ്റേജിൽ അതൊരു ഇൻറ്റിമസി, പിന്നെ ഒരു പാഷൻ, പിന്നെ അത് ഒരു കമ്മിറ്റ്മെൻറ്റ് സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജസ് ആണ് ഉണ്ടാവുക. ഈ കമ്മിറ്റ്മെൻറ്റ് സ്റ്റേജിലോട്ട് എത്തുമ്പോഴേ നമ്മൾ ശരിക്കും ബോണ്ടഡ് ആയി എന്ന് പറയുള്ളൂ. ഈ കമ്മിറ്റ്മെൻറ്റ് സ്റ്റേജിൽ എത്തുന്നതിൻ്റെ മുന്നേ പലപ്പോഴും ഡിസ്കണക്റ്റഡ് ആയി പോകുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാവരും അവരുടെ ലോകത്തിലോട്ട് ചുരുങ്ങി, ജോലിയിലോട്ട് ചുരുങ്ങി, ജോലി സ്ഥലത്തുള്ള അൺഹെൽത്തി റിലേഷൻഷിപ്പിലോട്ട് ചുരുങ്ങി. അപ്പോൾ പലപ്പോഴും ഇത് വിള്ളലിലോട്ടും പ്രശ്നങ്ങളോട്ടും വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത്. ശരിക്കും ഫാമിലിയുടെ നല്ല രീതി എക്സാമ്പിൾ, അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹങ്ങളൊക്കെ കുട്ടികളെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം, പരസ്പര ബഹുമാനം, ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിവാഹത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കൂടി മനസ്സിലാവും. അപ്പോഴാണ് അവർക്ക് കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ അവർ വിചാരിക്കും എന്തിനാണ് എനിക്കൊരു കല്യാണം, ഞാൻ എന്തിനാ ഒരു ബോണ്ട്. കല്യാണം എന്ന് വെച്ചാൽ ഒരു ലീഗൽ കോൺട്രാക്റ്റ് അല്ലേ, അത് ഒരിക്കൽ വൺസ് വന്നു കഴിഞ്ഞാൽ അത് വേർതിരിക്കാൻ ലീഗലി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും അവരെ സംബന്ധിച്ച്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ തന്നെ നല്ല എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ അവർക്ക് ആ കല്യാണം കഴിക്കാനും ഒന്നിച്ച് ജീവിക്കാനൊക്കെ ഉള്ള അതിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടി അവർക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അത് ഡോക്ടർ പറയുന്നത്, അതായത് അച്ഛനും അമ്മയും ഒരു റോൾ മോഡലായിട്ട് തന്നെ വരണം. അവരുടെ ദാമ്പത്യമാണ് കുട്ടി നോക്കിക്കാണുന്നത്, ഒരു പെൺകുട്ടി നോക്കിക്കാണുന്നത്. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണല്ലോ, പലപ്പോഴും ഇപ്പോൾ ആൺകുട്ടികളും കല്യാണം വേണ്ട ആ ഒരു പ്രവണത വല്ലാതെ ഉണ്ട്. ഇപ്പം നമുക്കറിയുന്ന കാര്യമാണ്, ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇഷ്ടംപോലെ ലഹരിയുടെ ഉപയോഗം, പല ജാതിയിലുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഇൻസിഡൻസും നമ്മൾ കാണുന്നില്ല. അമ്മനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, പെങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, എല്ലാവരവസ്ഥയിലാണ് കുട്ടികളൊക്കെ ഉള്ളത്. കാരണം പണ്ടൊക്കെ മകന് വരുന്നതും പൂമുഖത്ത് കാത്തിരിക്കുന്ന അമ്മമാരൊന്നും ഇപ്പം ഇല്ല. പേടിയാണ് ആൺകുട്ടികൾ വരുമ്പോൾ അമ്മമാരെ സംബന്ധിച്ച്. ആൺകുട്ടികൾ മാത്രമല്ല സാർ, പെൺകുട്ടികളും അല്ല, അതന്നെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് സമൂഹം പൂർണ്ണമായി ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. മക്കള് ഗ്രാൻഡ് പാരൻസിനെ അല്ലെങ്കിൽ അമ്മനെ അച്ഛനെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു. ഇതൊക്കെ ഈ വിഭ്രാന്തി മുഴുവനും ഈ ലഹരിയുടെ ഉപയോഗമാണ്. അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം എങ്ങനെയാണ് ഒരാളുടെ മാനസിക ആരോഗ്യത്തെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത്? അതായത് ഈ ലഹരി എന്നുള്ളത് പ്രവർത്തിക്കുന്ന സ്ഥലം ശരീരത്തിൽ വേറെ ഓർഗൻസിനേക്കാളൊക്കെ കൂടുതൽ തലച്ചോറിലാണ്. ഒരു അനുഭൂതിയാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിൽ ഒരു ബൊമ്പാർഡ്മെൻറ്റ് നടക്കുകയാണ്. അതായത് ഡൊപ്പാമിൻ, സെറട്ടോണിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് സാധാരണ നമ്മളെ സർവൈവൽ മെക്കാനിസത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺസ്, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും. വളരെ മൈനറായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് ബൊമ്പാർഡ് ചെയ്യാണ്. സാധാരണ അത് 10-20 റേഞ്ചിലൊക്കെ റിലീസ് ചെയ്യേണ്ട സ്ഥലത്ത് 1000 റേഞ്ചിലൊക്കെയാണ് ഈ മെത്ത് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത്. അതായത് MDMA എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അത് 1000 റേഞ്ചിലൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്. വളരെ ഹൈ ലെവലിൽ അത് റിലീസ് ചെയ്യുമ്പോൾ
ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തലച്ചോറിലും ചില പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. തലച്ചോറിൽ നോർമൽ പ്രവർത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നതിനും ഇരട്ടി പ്രവർത്തിക്കാൻ അത് ഡിപ്ലീഷൻ സംഭവിക്കും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ചില ഏരിയയിൽ ചില സ്വഭാവ വൈകല്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന, എൻ്റെ ക്ലിനിക്കിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ് അത് നിർത്തിയതിന് ശേഷവും ചെറിയ രീതിയിലുള്ള സംശയരോഗങ്ങൾ, സൈക്കോസിസ് എന്ന് പറയും. അതിൽ നൊട്ടോറിയസ് ആണ് ഈ ഹാർഡ് കോർ ഡ്രഗ്സ് എന്ന് പറയുന്നത്. കഞ്ചാവ് മുതൽ അതിന് മേലോട്ടുള്ള സാധനങ്ങളൊക്കെ നൊട്ടോറിയസ് ആണ്. കാരണം സൈക്കോസിസ് എന്ന് വെച്ചാൽ എന്താ, ഡെലൂഷൻസ് വരിക. ഈ ഡെലൂഷൻസ് എന്ന് വെച്ചാൽ ഒരു മിഥ്യയായ ധാരണ, എനിക്കെതിരെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യാൻ വരുന്നുണ്ട് തോന്നല്. എന്നെയാണ് ഇവരെല്ലാവരും അവിടെ ഫോക്കസ് ചെയ്യുന്നത്, എന്നെ കളിയാക്കി ചിരിക്കുകയാണ് അവർ. ഒരാൾ ചിരിക്കുമ്പോൾ വിചാരിക്കുകയാണ് എന്നെയാണ് അവൻ കളിയാക്കി ചിരിക്കുന്നത്, എൻ്റെ മറ്റേ കാര്യം അവൻ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിൽ ചിന്തിച്ചത് മറ്റോ എന്തോ ചിപ്പ് വെച്ച് ഘടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സൈക്കോസിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതുവരെ വിശ്വസിക്കും. നമുക്ക് വിചാരിക്കും ഇയാൾ വിശ്വസിക്കുന്നില്ല, അയാൾക്ക് തോന്നലായിരിക്കും. തോന്നൽ മാത്രമല്ല, അടിയുറച്ച് വിശ്വസിക്കും ഈ ഇതിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പം ചിലപ്പോൾ മാതാപിതാക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഭാര്യയൊക്കെ ഈ ഡെലൂഷൻസിൻ്റെ ഉള്ളിലോട്ട് വരും. എൻ്റെ അച്ഛനാണ് എൻ്റെ അടുത്തുള്ള വിവരങ്ങളൊക്കെ അവർക്ക് ചോർത്തി കൊടുക്കുന്നത്, അങ്ങനെയുള്ള രീതികൾ അവർക്ക് വരും. അപ്പോൾ ആ ഡെലൂഷൻസിൻ്റെ പുറത്ത് ചില ആക്ടിങ് ഔട്ടുകൾ വരും. ഉദാഹരണത്തിന് നിരന്തരമായിട്ട് ഇയാളെ സ്പൈ ചെയ്യുക അല്ലെങ്കിൽ ഇയാളെ വകവരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ നമ്മൾ വെറുതെ വിടും. എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സർവൈവലാണ്, എനിക്ക് ജീവിക്കണം ഇവിടെ. അപ്പോൾ അയാളെ വകവരുത്തല്ലാതെ എനിക്ക് വേറെ രക്ഷയില്ല എന്നുള്ള രീതിയിലോട്ട് ഇയാൾ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ക്രൈമുകൾ ഒന്ന് ആ രീതിയിലാണ്. രണ്ടാമത്തത്, നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു ഇൻടോക്സിക്കേഷൻ സ്റ്റേജിൽ നമ്മൾ ആ ലഹരിയുടെ എഫക്റ്റ് ഉള്ള സമയത്ത് ചില സെൻറ്റേഴ്സൊക്കെ എന്ത് ചോദിച്ചാൽ അത് അതിൻ്റെ ബാരിയർ നഷ്ടമായി ഡിസ്ഇൻഹിബിഷൻ നടക്കും. ഇൻഹിബിഷൻ ആണല്ലോ, നമുക്കൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷെ നമ്മൾ സാമൂഹിക മാന്യത പരിഗണിച്ചിട്ടും അവിടെ നമ്മുടെ വാല്യൂസൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാതിരിക്കുന്നത്. മനസ്സിലായില്ലേ? പലർക്കും ആ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റുകളുണ്ട്. പക്ഷെ അത് കൺട്രോൾ ഇല്ലാത്ത രീതിയിലോട്ട് ചിലപ്പോൾ വരും. ഉദാഹരണത്തിന് റേപ്പ് അല്ലെങ്കിൽ കടന്നുകയറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, നിങ്ങൾ പറഞ്ഞ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ, അപ്പോൾ ഡിസ്ഇൻഹിബിഷൻ നടക്കും. അതായത് കൺട്രോൾ സെൻറ്ററിനെ പൂർണ്ണമായിട്ട് തകരാറാക്കുന്ന ഒരു സംഭവം കൂടി നമുക്കറിയാൻ പറ്റും. അത് മാന്യമായിട്ട് മിണ്ടാതെ അല്ലെങ്കിൽ വളരെ സൈലൻ്റായി നടക്കുന്ന ഒരാൾ ചിലപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അയാൾ നാട്ടിൽ ചിലപ്പം കവലയിൽ വെച്ച് എല്ലാവരും തെറി വിളിക്കും. കാരണം അയാൾക്ക് ഡിസ്ഇൻഹിബിഷൻ, അയാൾക്ക് പേടിയില്ല, അയാൾക്ക് അത് കുഴപ്പമില്ല. അയാൾക്ക് ആ അയാളുടെ ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുകയാണ് അവിടെ. അതായത് ഇതൊന്നും എനിക്ക് വിഷയമല്ല, ഞാൻ വളരെ അടിപൊളിയാണ്, ഇവരൊക്കെ ഞാൻ പറഞ്ഞ കേൾക്കും, അങ്ങനെ രീതിയിലൊരു തോന്നൽ വരികയാണ്. അപ്പോൾ ഡിസ്ഇൻഹിബിഷൻ നടക്കുന്നുണ്ട് ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ. അത് ഒരു ക്രൈമിലോട്ട് എത്തിക്കും. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്തരം കൊലപാതകങ്ങളിലേക്ക് അവർ ചെയ്യുന്നത് അവർ സത്യത്തിലൊരു ഇല്യൂഷനാണ്. അവർക്കൊരു തരം ഒരു അബോധാവസ്ഥയിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇതിനെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചപ്പോൾ സ്കൂൾ തലങ്ങളിൽ വരെ ഈ സാധനം അവൈലബിളാണ്, എല്ലാ നിലക്കും എവിടെയും കിട്ടാനുണ്ട്. പക്ഷെ അത് സാമ്പത്തികമായി ഈ കുട്ടികളെ ഇത് വാങ്ങണമെങ്കിൽ പൈസ വേണമല്ലോ, അതില്ലാതാവുമ്പോഴാണോ കുട്ടികൾ മറ്റ് വഴികൾ തേടി പോകുന്നത്? അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലഹരിയുടെ കേസ് വരുമ്പോൾ ഈ നമ്മളിപ്പോൾ പറയുന്ന ലഹരി എന്ന് വെച്ചാൽ എന്തായാലും നമുക്കറിയാം, ഇത് കള്ളും സിഗരറ്റിനേക്കാൾ വലിയ ലഹരിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. അതായത് തുച്ഛമായ വിലക്കൊന്നും ഇത് കിട്ടത്തില്ല. ആദ്യത്തിലൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കും, അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് അവർ കോസ്റ്റ് ഈടാക്കി തുടങ്ങും. അപ്പോൾ തുച്ഛമായ വിലക്കൊന്നും ഇത് കിട്ടത്തില്ല, ഒരു പൈസ കൊടുക്കണം. ഒരു സിന്തറ്റിക് ഹാർഡ് കോർ ഡ്രഗ് വാങ്ങാൻ ചിലപ്പോൾ 3000 രൂപേൻ്റെ മുകളിലോട്ടാവും. ഒരു കഞ്ചാവ് വാങ്ങാൻ എന്തായാലും ഒരു പൈസ ഉണ്ടാവും, ഒരു മിനിമം പൈസ അവർ കൊടുക്കണം. അപ്പോൾ ഇത് ഒപ്പിക്കാൻ പറ്റാത്ത ആളുകൾ പല രീതിയിലുള്ള പൈസ ഉണ്ടാക്കൽ മെത്തഡോളജിയിലോട്ട് കടക്കും. അതിൽ ഏറ്റവും ഈസി എന്താണ്, മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുക എന്നുള്ളതാണ്. ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. സുഹൃത്തുക്കളൊക്കെ 1-2 തവണ കണം കൊടുത്താൽ പിന്നെ കൊടുക്കില്ല. പക്ഷെ രണ്ടാമത്തെ മോഷണമായിരിക്കും. അതെ കളവ് പറഞ്ഞ് വാങ്ങുക, അങ്ങനെയൊക്കെ രീതിയിൽ പൈസ വാങ്ങുക എന്നുള്ളതാണ്. അപ്പം ഇത് കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ അക്രമാസക്തരാകും. കാരണം ലഹരി ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും, വിടുതൽ ലക്ഷണങ്ങൾ കാണിക്കും. ഉദാഹരണത്തിന് ഇഞ്ചക്ഷൻ ഡ്രഗ്സ് ഒക്കെ ചിലപ്പോൾ സിംഗിൾ യൂസ് ഓഫ് കൊക്കൈനൊക്കെ അഡിക്റ്റ് ആയി കഴിയും, വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. വയറുവേദന, വളരെ റീഡാവുക, തലവേദന, അങ്ങനെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത് കിട്ടിയാലേ അത് ഒതുങ്ങത്തുള്ളൂ. അപ്പോൾ എന്ത് ചോദിച്ചാൽ അവർ എന്ത് രീതിയിലും അത്
ഇപ്പോൾ ആ സാധനം പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ വരും. എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം വരും. അതെ അതെ അതെ. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ട് ഈ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളോടാണ്. അപ്പോൾ ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. അവിടെ ജഡ്ജ്മെൻറ്റ് ഇമ്പയർ ആവും ആളുടെ, അതായത് കൃത്യമായ തീരുമാനമെടുക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെടും ആ സമയത്ത്. അതോടുകൂടി അത് ചിലപ്പോൾ ഒരു ക്രൈമിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പെരിന്തൽമണ്ണ MBA എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു പരിപാടിയാണ് ഈ ഫോക്കസ് എന്നുള്ളത്. ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? സ്റ്റുഡൻസിനോട് പറയാനുള്ളത് ബേസിക്കലി നിങ്ങൾ അവെയർ ആയിരിക്കുക. നമുക്ക് വാൺ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ സാധനം എല്ലാവരുടെ മുന്നിലും നമ്മൾ ഈ സബ്സ്റ്റൻസിനെ ലഹരിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ അറിയിക്കാൻ ഇങ്ങനെ ഒരു ഡേഞ്ചർ ഉണ്ട്, ഇങ്ങനെ സൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം വരാനുള്ള സാധ്യത ഉണ്ട്. അത് വൺസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാൻ വരെ സാധ്യതയില്ല. ചിത്തഭ്രമം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമായി മാറാം. സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ് ഈ ചിത്തഭ്രമം, അതിൻ്റെ മലയാളമാണ് ചിത്തഭ്രമം. അപ്പോൾ ഇതൊക്കെ നമ്മളെ മുന്നിൽ എല്ലാവരും മുന്നിൽ എത്തും. ഈ സാധനങ്ങളൊക്കെ വേണമെന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നിങ്ങളൊരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയി ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈവൻ സിംഗിൾ യൂസ് ഓഫ് കന്നാബിസ് ക്യാൻ ഇൻഡ്യൂസ് സൈക്കോസിസ് എന്നാണ്. ഒറ്റ തവണ കന്നാബിസ് യൂസ് ചെയ്ത ആൾക്ക് പോലും സൈക്കോസിസ് വന്നിട്ടുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തത് സോഷ്യലി കണക്റ്റഡ് ആവാൻ നോക്കുക മാക്സിമം. അതാണ് നമ്മൾ ഈ ഡിജിറ്റൽ യുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ കണക്റ്റഡ്നെസ് ആവും. അതായത് നമ്മൾ ഇതിലോട്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ഒരു വരവില്ലാത്ത പോലെ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏകാന്തതയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കണക്റ്റ് ആവാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. അപ്പോൾ സോഷ്യൽ കണക്റ്റ്നെസ് എപ്പോഴും ഉണ്ടാക്കുക, സംസാരിക്കുക, സൗഹൃദം പങ്കിടുക, ഒന്നിച്ചിരിക്കുക. മറ്റുള്ളവരെ നമ്മുടെ സുഹൃത്തിനൊരു അപകടത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക, അയാളെ സൂതൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അയാൾക്കൊരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് പോയിന്റിലോട്ട് എത്തിച്ചു കൊടുക്കുക. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. അവസാനത്തെ ചോദ്യം, ഒരാൾ മാനസികമായ ഒരു മോശമായ ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നിയാൽ, ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണക്കാരനായ എനിക്ക് അയാളെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? അതെ, ഇപ്പോൾ അതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതായത് മാനസികമായിട്ട് നൽകുന്ന പ്രാഥമിക ചികിത്സ. അത് ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. കുറച്ച് ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളുകൾ ഈ ലോ ആൻഡ് ഓർഡറിൽ വരുന്ന ആളുകളാണ്. പോലീസ്, അതുപോലെ ഹെൽത്ത് സിസ്റ്റത്തിൽ നഴ്സ്, ഇങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ സാധാരണ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലോ ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലെ ടീച്ചർക്കോ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ സാഹചര്യം അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. അയാൾക്ക് ഈ അവസ്ഥ വന്നതിൻ്റെ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ അയാൾ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വണ്ടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാൾ പാലത്തിൻ്റെ സൈഡിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് ഒരു ചാടാനുള്ള ഒരു രൂപത്തിൽ അയാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അയാൾ സേഫ് ഹാർബർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ലുക്കാണ്. അത് 3L എന്ന് പറയും. ഫസ്റ്റ് ലുക്ക് ചെയ്യുക, അയാളെ സാഹചര്യങ്ങൾ, അയാളെ സേഫ് ഹാർബർ ചെയ്യുക. ചാടാൻ പോകുന്ന ആളെ നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിച്ച് മെല്ലെ ചാടാത്ത രീതിയിലോട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു കത്തിയെടുത്ത് നിരവും മുറിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ നമ്മൾ മെല്ലെ നമ്മൾ ജസ്റ്റ് പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കുക. പിന്നെ നമ്മൾ വെർബൽ ഡീഎസ്കലേഷൻ ചെയ്യാന്നുള്ളത്. അതായത് ഇയാൾ ഇമോഷണലി വളരെ ടർബിഡായ സിറ്റുവേഷനിലായിരിക്കും. അപ്പം നമ്മൾ പോയിട്ട് അവിടെ തിയറി പറയുകയോ നമ്മളെ അനുഭവങ്ങൾ പറയുകയോ എന്നല്ല ചെയ്യേണ്ടത്. കഴിയുന്നതും അയാളെ ലിസൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റത്തെ ലുക്ക് ചെയ്യുക, രണ്ടാമത്തെ ലിസൺ ചെയ്യുക. സാധാരണ പറയാറ് ഒരു ചെവി കൊടുക്കുക എന്നാണ്. അതെ, ചെവി കൊടുക്കുക. അതായത് എമ്പത്തറ്റിക്കലി നമ്മൾ ലിസൺ ചെയ്യുക. അതുപോലെ തന്നെ വാലിഡേറ്റ് ചെയ്യുക. അയാൾ പറയുന്നത് അതെ ശരിയാണ്, മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ തന്നെ ആണല്ലോ എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മളത് പറയുക. ഇയാളെ കമ്പാഷനേറ്റ് ആയിട്ട്, സഹാനുഭൂതിയോടുകൂടി, നോൺ ജഡ്ജ്മെൻ്റലി ഇയാളെ നമ്മൾ വിലയിരുത്താതെ, അയാൾക്ക് നമ്മൾ ആദ്യം തന്നെ ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ അയാളെ സമീപിക്കുക, അയാളെ ലിസൺ ചെയ്യുക. എന്നിട്ട് അയാൾ പറയുന്നതൊക്കെ വാലിഡേറ്റ് ചെയ്യുക. കഴിയുകയാണെങ്കിൽ വാലിഡേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ വളരെ കഷ്ടതയിലൂടെയാണല്ലോ കടന്നു പോകുന്നത് എന്നൊക്കെയുള്ള വേർഡുകൾ നമുക്ക് പറയാം. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ. മൂന്നാമത്തേത് അയാളെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ L എന്ന് പറയുന്നത് ലിങ്ക് ചെയ്യുക. അയാളെ ഒരു ഹെൽപ്പ് പോയിന്റിലോട്ട് ലിങ്ക് ചെയ്യുക. അത് തൊട്ടടുത്തുള്ള ഡോക്ടറാവാം, തൊട്ടടുത്തുള്ള പോലീസാവാം, അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളാവാം, ഇല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളാവാം. അങ്ങനെ നമ്മൾ അവരെ ലിങ്ക് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തൊക്കെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഒരു ക്രൈസിസിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഫോക്കസിൽ അതിഥിയായി വന്ന് മനുഷ്യബന്ധങ്ങളും മാനസികാരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് ഞങ്ങൾ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ,
അപ്പം ഇതിൽ എനിക്ക് ME എഞ്ചിനീയറിംഗ് കോളേജിനും അതുപോലെ തന്നെ സുബൈർക്കും എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇങ്ങനെയുള്ളൊരു ടോപ്പിക്ക് ചർച്ച ചെയ്യാനും അതുപോലെ ഇത്തരം വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങളാണ്, വളരെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ്. പലർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഒരു ഗസ്റ്റായി സ്വീകരിച്ചതിനൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്.